സല്ലല്ലാഹു അലാ മുഹമ്മദ് നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് സങ്കടക്കടലിൽ അകപ്പെട്ടവർ, അവരുടെ നെഞ്ചകം പിടയുന്നുണ്ടാകും, കൺതടം നിറയുന്നുണ്ടാകും. ഇതാ ഒരു കരളരിയിക്കുന്ന രംഗം. ദുരന്തത്തിൽ, ഉരുൾപൊട്ടലിൽ കുടുംബവും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ടവർ, അവരെ തിരികെ കിട്ടുമ്പോൾ ഉള്ള ഹൃദയം പിടക്കുന്ന, ഹൃദയത്തെ പിടിച്ചുകുലുക്കുന്ന സന്തോഷ നിമിഷങ്ങൾ. ഒരു നായ, അതിനെ വളർത്തിയ വീട്ടുകാർ നഷ്ടപ്പെട്ട് ഒടുവിൽ 6 ദിവസങ്ങൾക്ക് ശേഷം തന്റെ ഉടമസ്ഥയായ സ്ത്രീയെ കണ്ടപ്പോൾ കാണിക്കുന്ന സ്നേഹപ്രകടനം, ആ സ്ത്രീയും ഹൃദയം പങ്കുവെക്കുകയാണ്. മാഷാ അല്ലാഹ്. ആ നായ ഒറ്റപ്പെട്ട് തന്റെ യജമാനത്തിയെ തിരഞ്ഞു നടക്കുകയായിരുന്നു. ഒടുവിൽ തന്റെ യജമാനത്തിയെ കണ്ടപ്പോൾ അതിന്റെ തലോടൽ, അതിന്റെ സന്തോഷം വാക്കുകളില്ല പറയാൻ, വിവരിക്കാനും വരികളില്ല. കൽബ് നിറയുന്ന ഒരു കാഴ്ച. ജീവികളിൽ നജസായ ജീവിയാണ് നായ. നായ നജസാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും ആ നായയോട് കരുണ കാണിക്കാനും, അങ്ങനെ കരുണ കാണിച്ച ഒരു ദുർനടപ്പുകാരന് റബ്ബ് മാപ്പ് നൽകിയെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3 നായ്ക്കളെ വളർത്തൽ അനുവദനീയവുമാണ്. ഒന്ന്, കൽബു സയ്യിദ്. വേട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി, വേട്ടയാടാൻ വേണ്ടി നായ്ക്കളെ വളർത്താം. രണ്ടാമതായി കൽബു മാഷിയ, 4 മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നായയെ വളർത്താം. മൂന്നാമതായി കൽബു സറഅ, കൃഷി പാടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, കൃഷികൾ സംരക്ഷിക്കാൻ വേണ്ടി നായയെ വളർത്താം. യുക്തിവാദികളും ഇസ്ലാമിക വിരോധികളും പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ മറച്ചുവെക്കുകയാണ്. നായ നജസാണെന്ന് പ്രഖ്യാപിക്കുന്നത് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ കൂടിയാണ്. തീർച്ചയായും എല്ലാ ജീവികളോടും കരുണ കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. പച്ചക്കരളുള്ള ഏത് ജീവിക്ക് നന്മ ചെയ്താലും, ജീവന്റെ തുടിപ്പുള്ള ഏത് ജീവിക്ക് നന്മ ചെയ്താലും പ്രതിഫലമുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ ജീവികളോടും സ്നേഹത്തോടുകൂടി പെരുമാറാൻ, കരുണ കാണിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.